ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24 പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് ആൻ മരിയ സണ്ണി, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്, ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, ഡോക്ടേഴ്സിന്റെ സമരം തുടരുകയാണ് ഒരു വശത്ത്, ഒപ്പം ആർ ശ്രീലേഖയ്ക്കെതിരായ കേസ്. ഇന്ന് KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നു. വിധിയിൽ ജാമ്യം ലഭിച്ചാൽ പുറത്തിറങ്ങാം. അങ്ങനെ സ്വർണ്ണക്കൊള്ളയിൽ മറ്റൊരു പ്രതി കൂടി പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ്. ഒപ്പം സർക്കാർ ഇന്ന് ഈ ഡേറ്റ ചോർത്തൽ അല്ലെങ്കിൽ ഡേറ്റയിലേക്കുള്ള സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന പരാതിയിൽ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകുകയാണല്ലോ. തീർച്ചയായും ഗോകുൽ, ഇന്നും വാർത്തകൾ നിരവധി വാർത്തകളുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം, ഇന്നും ആശുപത്രിയിൽ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. KGMCയുടെ സമരം തുടരുകയാണ്. 32ാം ദിവസമായി അവർ സമരത്തിലാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശമ്പള വർധന ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അനുകൂലമായ ഒരു ചർച്ചയുടെ സമീപനം പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിസ്സഹകരണ സമരം, OP ബഹിഷ്കരണം, അതുകൂടാതെ അത്യാവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമരമാണ് തുടരുന്നത്. അതേ സമര രീതി ഇന്നും തുടരും. ഇന്നും കൂടാതെ മെഡിക്കൽ കോളേജുകളിൽ കേന്ദ്രീകരിച്ച് പ്രത്യേകമായ പ്രതിഷേധ ധർണകൾ ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ 10 മണിയോടുകൂടി പ്രത്യേക പ്രതിഷേധ ധർണയും മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകും. മറ്റൊരു സുപ്രധാന വാർത്ത, മുൻ DGPയും ശാസ്തമംഗലത്തെ BJP കൗൺസിലറുമായ ആർ ശ്രീലേഖയ്ക്കെതിരെയുള്ള കേസാണ്. മ്യൂസിയം പോലീസാണ് പോക്സോ വകുപ്പുകളടക്കം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് JMC 3 ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. ഒരു സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുക്കാൻ ഉത്തരവിട്ടത്. കാരണം ശ്രീലേഖ തന്റെ FB പേജ്, YouTube പേജിലൂടെ മുൻപ് നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അതിൽ ഇരകളുടെ പേര് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പോക്സോ കേസ് അടക്കം ചുമത്തിക്കൊണ്ട് കേസെടുക്കാൻ കാരണമായിരിക്കുന്നത്. ഇന്ന് മ്യൂസിയം പോലീസിന് തുടർ നടപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം തേടാനുള്ള സാവകാശം കൊടുക്കുമോ, അതോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമോ എന്നാണ് അറിയേണ്ടത്. ഒരുപക്ഷെ മുൻ DGPയും BJP കൗൺസിലറുമായതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സമീപിക്കാനുള്ള ഒരു സാവകാശം കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് വൈകാനും സാധ്യതയുണ്ട്. എന്തായാലും ആ നടപടിയാണ് ഉള്ളത്. അതുകൂടാതെ പറഞ്ഞതുപോലെ മറ്റ് ചില ഏറ്റവും സുപ്രധാനമായ വാർത്തകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഡാറ്റ ചോർച്ച വിവാദം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിൽ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ് എന്നുള്ളത് നിർണായകമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യതയുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്നുള്ള കാര്യം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് തന്നെ വരുമെന്നാണ് കരുതുന്നത്. ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരുടെ ഡാറ്റ എങ്ങനെയാണ് സ്വകാര്യ കമ്പനിക്ക് പോയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.